ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ആടുജീവിതം തിയേറ്ററുകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനായിട്ട് സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കാനായിട്ട് ഇനി വെറും 30-ൽ പരം മണിക്കൂറുകൾ മാത്രം ബാക്കി. മറ്റന്നാൾ മാർച്ച് 28-ാം തീയതി പാനന്തിന് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആടുജീവിതത്തിന്റെ വൻ തരംഗമാണല്ലോ നിലവിൽ ബുക്കിങ്ങിലെല്ലാം തന്നെ നാം കണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ കേരള വേൾഡ് വൈഡ് സെയിലെല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ 2 കോടി കേരള പ്രീസെയിലും 4 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് പ്രീസെയിലേക്കും എത്തപ്പെട്ട ആടുജീവിതം ഇന്നിപ്പോഴത്തെ രാത്രി 8 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള പ്രീസെയിൽ കളക്ഷൻ 2 കോടി 40 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 5 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ റെക്കോർഡ് പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത ആടുജീവിതം എന്ന സിനിമ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പോസിറ്റീവ് വൈബോടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആടുജീവിതം തിയേറ്ററുകളിൽ ആദ്യ പ്രദർശനം ആദ്യ ദിവസം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പല പ്രമുഖരെയും കാണിച്ചിരിക്കുന്നു. പ്രീമിയർ ഷോ പ്രിവ്യൂ ഷോസ് എല്ലാം തന്നെ നടത്തിയിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോഴത്തെ ഉലക നായകൻ കമലഹാസൻ സിനിമ കണ്ടതിന് ശേഷമുള്ള സിനിമയുടെ അഭിപ്രായം പുറത്തുവിട്ടിരിക്കുകയാണ്. കമലഹാസനോടൊപ്പം തന്നെ സംവിധായകൻ മണിരത്നം കൂടി സിനിമ കണ്ടിരിക്കുന്നുവെന്ന് ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ കമലഹാസന്റെ സിനിമയെക്കുറിച്ചുള്ള വാക്കുകൾ പുറത്തു വരുമ്പോൾ എക്സലന്റ് എന്നാണ് അദ്ദേഹം സിനിമയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിനും ബ്ലസ്സിക്കും ഒപ്പം തന്നെ സിനിമയുടെ ക്യാമറാമാനുമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ പ്രശംസയെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം വീണ്ടും ഒരു മലയാളം സിനിമ കണ്ട് കമലഹാസൻ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ആടുജീവിതത്തിന്റെ പ്രിവ്യൂ ഷോ റിപ്പോർട്ട് പൂർണ്ണമായും ശരിവയ്ക്കുന്ന രീതിയിൽ റെഗുലർ ഷോയിലും സിനിമ പോസിറ്റീവ് അഭിപ്രായം തന്നെ നേടിയെടുക്കുമെന്ന് തന്നെയാണ് നാം കരുതുന്നത്. എന്തായാലും മണിക്കൂറുകൾ മാത്രം ബാക്കി ആടുജീവിതം റിസൾട്ടിനായിട്ട് കാത്തിരിക്കൂ. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ടാം. ഏപ്രിൽ 11-ാം തീയതി വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. വിനീതിന്റെ സംവിധാനത്തിൽ പ്രണവ്, ധ്യാൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് താരനിരയോടെ സർപ്രൈസ് താരനിരയോടെ എല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ മിക്സിംഗ് ഇപ്പോഴത്തെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് ഈ കാണുന്ന ഒരു ചിത്രമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രം കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അണിയറ പ്രവർത്തകർ പൂർണ്ണ കോൺഫിഡന്റിലാണ് എന്ന്. ഇതിനോടകം തന്നെ വിനീതിന്റെ 1-2 ഇന്റർവ്യൂസ് എല്ലാം തന്നെ ഇതിനോടകം തന്നെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് വിനീതിന് സിനിമയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, സിനിമ നല്ല സിനിമയാണ് എന്നൊരു ബോധ്യമുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ ഹൃദയത്തിനുണ്ടായിരുന്ന അതേ കോൺഫിഡന്റ് തന്നെയാണ് വിനീത് ഈ സിനിമയിലും കാഴ്ചവെക്കുന്നത്. കോവിഡ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ഹൃദയം തിയേറ്ററുകളിലേക്ക് എത്തിയ OTT റിലീസിന് ശേഷം ക്രിഞ്ച് എന്നൊരു അഭിപ്രായം നേരിടുത്തെങ്കിൽ പോലും തിയേറ്ററുകളിൽ ഏത് ലെവൽ തരംഗമായി എന്നത് ഞാനായിട്ട് കൂടുതൽ എടുത്ത് പറയേണ്ടതില്ലല്ലോ. നിലവിൽ ഹൃദയം ലെവൽ പ്രതീക്ഷ പോലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കാര്യത്തിൽ കൂടുതൽ പ്രേക്ഷകർക്കും ഇല്ല എങ്കിൽ പോലും ഹൃദയത്തിനേക്കാൾ വമ്പൻ കളക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്തായാലും സിനിമയുടെ കൂടുതൽ വാർത്തകൾ ആടുജീവിതത്തിന് ശേഷം കേൾക്കുവാനായിട്ട് കാത്തിരിക്കൂ. കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.